കേരളത്തിലെ ആദ്യത്തെ ബി.ജെ.പി. മേയറെ തീരുമാനിക്കാൻ ബി.ജെ.പി. സംസ്ഥാന നേതൃതലത്തിൽ ചർച്ചകൾ സജീവം. വി രാജേഷിനെ മേയറായും ആർ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറായും പരിഗണിച്ചാണ് ചർച്ചകൾ. അതേസമയം തിരുവനന്തപുരത്ത് മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും ബി.ജെ.പി. കടന്നിട്ടുണ്ട്. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, ഇതിപ്പോൾ ചരിത്രത്തിൽ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ സംഭവമാണ്. ബി.ജെ.പിക്ക് ഇത് വലിയ നേട്ടമാണ്, വലിയ ഊർജ്ജമാണ്. ആരാകും മേയർ എന്നുള്ളതിൽ ഒരു കൃത്യമായ തീരുമാനം എപ്പോഴുണ്ടാകും? പേരുകൾ കേൾക്കുന്നതിൽ ഏറ്റവും പ്രധാനം വി രാജേഷും ഒപ്പം തന്നെ ശ്രീലേഖയുടേതുമാണ്. ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആകാനുള്ള സാധ്യത അത്തരത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. എപ്പോഴാണ് ഇതിൽ അന്തിമ തീരുമാനമാവുക? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പിക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് തിരുവനന്തപുരം സമ്മാനിച്ചത്. പ്രധാനമായും ബി.ജെ.പിയുടെ ആദ്യത്തെ മേയർ ആര് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അത് വി രാജേഷിൻ്റെ പേര് തന്നെയാണ് മുൻഗണനയായി നിൽക്കുന്നത്. കാരണം വലിയ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ മുൻ അധ്യക്ഷൻ കൂടിയാണ്. അതേസമയം ശ്രീലേഖയെ മേയർ ആക്കണമെന്നും മറ്റൊരാളെ ഡെപ്യൂട്ടി മേയറായി പരിഗണിച്ചുകൊണ്ട് വി രാജേഷിനെ കൗൺസിലറായി നിലനിർത്തണമെന്നുള്ള ചർച്ചയൊക്കെ തന്നെ ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് വി രാജേഷിനെ മേയറായി പരിഗണിച്ചുകൊണ്ട് ഡെപ്യൂട്ടി മേയറായി രണ്ട് വനിതകൾ, സീനിയർ ആയിട്ടുള്ള രണ്ട് വനിതകളുടെ പേരും പരിഗണിക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് ആർ ശ്രീലേഖയെ നിയമസഭയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമവും നടത്തുന്ന ഒരു കാര്യവും ചർച്ചയിലുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സമിതിയൊക്കെ തന്നെ കൂടിയതിനു ശേഷമായിരിക്കും ഇതിൽ തീരുമാനമുണ്ടാവുക. ഏറ്റവും പ്രധാനം RSSന്റെ തീരുമാനമായിരിക്കും ഇതിൽ നിർണായകമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. RSSന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി ബി.ജെ.പി. കാത്തു നിൽക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അത്തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തീരുമാനം ഉണ്ടാകും. 2-3 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് തന്നെ പ്രധാനമന്ത്രി അദ്ദേഹം കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന കാര്യം അറിയിച്ചു എന്നുള്ള ഒരു വിവരവും വരുന്നുണ്ട്. 45 ദിവസത്തിനകം, അതായത് ഭരണത്തിലെത്തിയാൽ 45 ദിവസത്തിനകം തന്നെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തിച്ച നഗരസഭയുടെ ഭാവി വികസന പരിപാടികളിൽ ഒരു തീരുമാനമെടുക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കും എന്നുള്ളതാണ് വി രാജേഷ് അടക്കം മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും നരേന്ദ്രമോദി നേരിട്ട് തന്നെ കാര്യം അറിയിച്ചിട്ടുണ്ട്, എത്തുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. കാരണം അദ്ദേഹം എത്തുമ്പോൾ കൃത്യമായി തന്നെ മേയർ ബി.ജെ.പിയുടെ മേയർ സ്വീകരിക്കുവാൻ വേണ്ടി എത്തും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ അക്കാര്യം ഇവർ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരികയും മുന്നോട്ട് വയ്ക്കുകയൊക്കെ തന്നെ ചെയ്തു. പ്രധാനമന്ത്രി അടുത്ത് ഇനി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ബി.ജെ.പിയുടെ ഒരു മേയർ ആയിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വാഗ്വാദമായി തന്നെ ബി.ജെ.പി. ഉയർത്തിയിരുന്നു. എന്തായാലും നിലവിൽ ആരാണ് മേയർ എന്നുള്ളതിൽ രണ്ട് പേരുകളും ചർച്ചയിൽ ഉണ്ട്. ഒന്ന് ശ്രീലേഖ, ഒപ്പം വി രാജേഷ്. അനുജ, അതിൽ അന്തിമ തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നതാണ്. വി രാജേഷിനാണ് കൂടുതൽ സാധ്യത. ഒപ്പം ശ്രീലേഖയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ആ ചർച്ചകളിലേക്കും ബി.ജെ.പി. കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.